ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മണി പ്ലാന്റ് കൂടുതൽ നല്ല ഹെൽത്തി ആയിട്ടും തിക്കായിട്ടും ഒക്കെ വളരാൻ വേണ്ട കുറച്ച് ടിപ്സാട്ടോ. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. മണി പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടും ഇങ്ങനെ ഹാങ് ആയിട്ടും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന അതിന് വേണ്ടുന്ന കുറച്ച് ടിപ്സൊക്കെ നോക്കാം കേട്ടോ. ആദ്യമേ പറയാം, മണി പ്ലാന്റിന് നമ്മൾ ഓവർ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മണി പ്ലാന്റിന് മാസത്തിലൊരിക്കൽ മാത്രം വളമിട്ട് കൊടുത്താൽ മതി കേട്ടോ. വളം കൂടുതലായാലും മണി പ്ലാന്റിൻ്റെ വളർച്ച മുരടിച്ച് പോകും. അതുകൊണ്ട് മാസത്തിലൊന്ന് മാത്രം മണി പ്ലാന്റിന് വളമിട്ട് കൊടുത്താൽ മതി. പിന്നെ മണി പ്ലാന്റ് നമ്മൾ ഇൻഡോർ ഒക്കെ വെക്കുമ്പോൾ മണി പ്ലാന്റിന് ലിക്വിഡ് വളങ്ങൾ കൊടുക്കുന്ന കേട്ടോ കൂടുതലും നല്ലത്. അപ്പോൾ നമ്മൾ മണി പ്ലാന്റിന് അത്യാവശ്യമായിട്ട് വേണ്ട NPK ആണ്. അപ്പോൾ NPK വാങ്ങിച്ച് നമുക്ക് ഇടാം. അതുപോലെ അത് താല്പര്യമില്ല, നാച്ചുറൽ ഫെർട്ടിലൈസറൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഓരോ ടിപ്സായിട്ട് നോക്കാം. നമുക്ക് മണി പ്ലാന്റ് വെള്ളത്തിലും വളർത്താം, മണ്ണിലും വളർത്താം കേട്ടോ. ഇത് ഇൻഡോർ വെച്ചേക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് മണ്ണിലാട്ടോ വെച്ചേക്കുന്നത്. ഇത് നല്ല ഹാങ് ആയിട്ട് വന്നേക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പം നമുക്ക് മണി പ്ലാന്റിന് NPK, നാച്ചുറൽ NPK ഉണ്ടാക്കി കൊടുക്കാം. മണി പ്ലാന്റിന് നല്ലതാട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടത്തോട് പൊടിച്ചതും ചായയുടെ ചണ്ടിയും കൂടെ ചേർത്ത് മിക്സാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അത് നല്ലൊരു നാച്ചുറൽ NPK ആണ്. അതിനകത്ത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കാൽസ്യവും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് മണി പ്ലാന്റിന് നല്ലതാട്ടോ. പിന്നെ നെക്സ്റ്റ് ടിപ്പ് അത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 1-2 സ്പൂൺ പാല് ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ മണി പ്ലാന്റിന് സ്പ്രേ ചെയ്തും കൊടുക്കാം. അതുപോലെ ചോട്ടിൽ ഒഴിച്ചും കൊടുക്കാം കേട്ടോ. അതും മണി പ്ലാന്റിന് നല്ല വളർച്ച ഉണ്ടാക്കും. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടത്തോടാണ്. മുട്ടത്തോട് നല്ലപോലെ പൊടിച്ചിട്ട് നമുക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. മണി പ്ലാന്റിന് നമ്മൾ ഇൻഡോറൊക്കെ വെക്കുമ്പോൾ കൂടുതലും നല്ലത് ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ലിക്വിഡ് ആകുമ്പോൾ അത് പെട്ടെന്ന് ചെടി വലിച്ചെടുത്ത് അതിൻ്റെ ഗ്രോത്തൊക്കെ പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. കൂടുതൽ നല്ലത് ലിക്വിഡായിട്ട് കൊടുക്കുന്നതാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിനകത്തേക്ക് ഒരു 8-10 മുട്ടത്തോട് പൊടിച്ചത് ഇട്ട് വെക്കണം. എന്നിട്ട് അതൊരു 5 ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് അത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. സോറി കേട്ടോ, അത് ഡൈല്യൂട്ട് ചെയ്യേണ്ട 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഈ 10-15 മുട്ടത്തോട് പൊടിച്ചത് ഇട്ട് 5 ദിവസത്തിന് ശേഷം നമുക്ക് ഇത് ഈ ഇൻഡോർ വെച്ചേക്കുന്ന വെള്ളത്തിൽ വളർത്തുന്ന മണി പ്ലാന്റിന് പകുതി വെള്ളം കളഞ്ഞിട്ട് പകുതി നാച്ചുറൽ വാട്ടറും പകുതി ഈ എക്സെല്ലിൻ്റെ വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെയുള്ളൊരു ടിപ്സ്, നമുക്ക് മണി പ്ലാന്റിൻ്റെ ഈ ഇലകളൊക്കെ ഉണ്ടല്ലോ, അത് നല്ല വലിപ്പത്തിൽ വളർന്ന് കിട്ടണമെങ്കിൽ ഒരു ടിപ്പുണ്ട് കേട്ടോ. മണി പ്ലാന്റ് കൂടുതൽ ഇലയൊക്കെ ഒരുപാട് വലിപ്പത്തിൽ വളർന്ന് കിട്ടണമെങ്കിലുണ്ടല്ലോ, നമ്മൾ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ നിലത്ത് നട്ടു കൊടുക്കണം. എന്നിട്ട് അത് ഈ മതിലേലോ അല്ലെങ്കിൽ മരത്തിലോ ഒക്കെ കയറ്റി വിടണേ. അപ്പം അതിൻ്റെ ഇലകൾക്ക് ഒത്തിരി ഭയങ്കര വലിപ്പം വെക്കും കേട്ടോ. എന്നിട്ട് അതുകൊണ്ട് നമുക്ക് പോട്ടിലോ വെള്ളത്തിലോ ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് വലിയ ലീഫുള്ള മണി പ്ലാന്റ് കിട്ടുവേ. നമ്മൾ മതിലിലും ഈ മരത്തിലൊക്കെ കയറിപ്പോകുന്ന മണി പ്ലാന്റ് കണ്ടിട്ടില്ലേ, അതിന് ഭയങ്കര വലിപ്പമായിരിക്കും അതിൻ്റെ ഇലകൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം മണി പ്ലാന്റ് വളർത്തുന്നവരൊക്കെ ഈ ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. പിന്നെ ഈ ഏത് വളങ്ങൾ നമ്മൾ കൊടുക്കുകയാണെങ്കിലും മാസത്തിൽ 1 വീതം മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ വളങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വളർച്ചയെ ബാധിക്കും. പിന്നെ പുതിയ ലീഫുകൾ വരാണ്ടിരിക്കുകയോ ഇല പഴുത്തു പോവുക, ചെടി മൊത്തത്തിലൊരു പഴുത്തു പോവുകയൊക്കെ ചെയ്താൽ നമ്മുടെ വളം കൂടിപ്പോയിട്ടാണ്. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ മണി പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന, നല്ല തിക്കായിട്ടും വളരുന്നത് കാണാം. അപ്പോൾ ഈ ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.